വാട്ടർ ദ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. എന്ത് സബ്സ്റ്റൻസിനെയും വാട്ടറിന് ഡിസോൾവ് ചെയ്യിക്കാനാകും. നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ എത്രയോ വട്ടം ഇത് കണ്ടിട്ടുണ്ട്. ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, അങ്ങനെ നിരവധി വസ്തുക്കളെ ഡിസോൾവ് ചെയ്യിക്കുവാൻ വാട്ടറിന് സാധിക്കും. പ്യുവർ വാട്ടറിന് ആസിഡിൻ്റെയോ ആൽക്കലിസൈഡിൻ്റെയോ യാതൊരു പ്രോപ്പർട്ടീസും ഇല്ല. അതിനാൽ തന്നെ ഇതിനെ ന്യൂട്രൽ സോൾവെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു പ്യുവർ വാട്ടറിൻ്റെ pH ലിറ്റ്മസ് പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനാകും. പ്യുവർ വാട്ടറിൻ്റെ pH 7 ആയിരിക്കും. 7ൽ കുറവാണെങ്കിൽ ആസിഡും 7ൽ കൂടുതലാണെങ്കിൽ ബേസിക്കുമായിരിക്കും. വാട്ടറിന് വേറെ സബ്സ്റ്റൻസുകളെ ഡിസോൾവ് ചെയ്യിക്കുവാൻ സാധിക്കുന്നതിനാലും അതുപോലെ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യുവാൻ വൈഡായി യൂസ് ചെയ്യുന്നത് കൊണ്ടും വാട്ടർ യൂണിവേഴ്സൽ സോൾവെൻ്റായാണ് കണക്കാക്കുന്നത്. സോഫ്റ്റ് വാട്ടർ ആൻഡ് ഹാർഡ് വാട്ടർ. 3 ടെസ്റ്റ് ട്യൂബുകളിൽ വെള്ളമെടുക്കുക. ശേഷം അതിൽ ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് ഓഫ് കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം ഡിസോൾവ് ചെയ്യുക. മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ പ്യുവർ വാട്ടർ എടുക്കുക. സെയിം അളവിലുള്ള സോപ്പ് കഷ്ണങ്ങൾ എടുത്ത് എല്ലാ ടെസ്റ്റ് ട്യൂബുകളിലും ഇട്ട് നന്നായി ഷേക്ക് ചെയ്യുക. ഏത് വാട്ടറിലാണോ സോപ്പ് എളുപ്പത്തിൽ പത ഉണ്ടാക്കാത്തത് ആ വാട്ടറിനാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഹാർഡ്നെസ്സിന് കാരണം എന്തെന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും പ്രസൻസ് മൂലമാണ്. ഏത് വെള്ളത്തിലാണ് സോപ്പ് എളുപ്പത്തിൽ പത തരുന്നത് ആ വാട്ടറിനാണ് സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഹാർഡ് വാട്ടർ ചൂടാക്കുമ്പോൾ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സുകളെ വെള്ളത്തിൽ നിന്നും നമുക്ക് റിമൂവ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ഇത്തരം ഹാർഡ്നെസ്സിനെയാണ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഇനി ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം മൂലം ഉണ്ടാകുന്ന ഹാർഡ്നെസ്സുകൾക്ക് നമ്മൾ ബോയിൽ ചെയ്താലും റിമൂവ് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇത്തരം ഹാർഡ്നെസ്സിനെയാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഈ ഹാർഡ്നെസ്സുകളെ ചില കെമിക്കൽസ് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ടെമ്പററി ഹാർഡ്നെസ്സിനെ നമുക്ക് ബോയിലിങ്ങിലൂടെ റിമൂവ് ചെയ്യുവാൻ സാധിക്കും. ഹെവി വാട്ടർ. സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും അല്ലാതെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയുണ്ട്, അതായത് ഹെവി വാട്ടർ. ഹെവി വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് കണ്ടെയ്നിങ് ബാക്ടീരിയം, ദ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി ഹൈഡ്രജൻ ആറ്റം. ഇത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നു. വാട്ടർ ആൻഡ് ഗ്യാസസ്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പോലുള്ള ഗ്യാസുകൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. അക്വാട്ടിക് ആനിമൽസും പ്ലാന്റ്സും ഈ ഡിസോൾവ്ഡ് ഓക്സിജനെ ഉപയോഗിച്ച് സർവൈവ് ചെയ്യുന്നു. വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് വെള്ളം പൊല്യൂട്ടാകുന്നു. വെള്ളത്തിൽ നമ്മൾ വേസ്റ്റുകൾ ഇടുമ്പോൾ ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിച്ച് അത് ഡീക്കേ ചെയ്യുന്നു. അങ്ങനെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയുന്നു. ഇത് അക്വാട്ടിക് ലൈഫിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാകും. നിങ്ങളുടെ ചുറ്റും ഇങ്ങനെയുള്ള പൊല്യൂഷൻസ് നിരീക്ഷിക്കൂ. വാട്ടർ പൊല്യൂഷൻ. ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പൊല്യൂഷൻ. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വാട്ടർ പൊല്യൂഷൻ. എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഈ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നതെന്ന് നോക്കാം. വെള്ളത്തിൽ വേസ്റ്റുകൾ ഇടുന്നത് വഴി, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി, ഡിറ്റർജൻസിൻ്റെ എക്സസ് യൂസേജ്, ഇൻസെക്ടിസൈഡ്സ് വെള്ളത്തിൽ കലരുന്നത് വഴി, ഇതൊക്കെയാണ് പ്രധാനമായ കാരണങ്ങൾ. മറ്റ് കാരണങ്ങൾ ഏതൊക്കെയെന്ന് കമൻറ്റ് ചെയ്യൂ.